നിങ്ങളുടെ വീട്ടിൽ ഭാരത് ഗ്യാസ് ആണോ, ഇന്ത്യൻ ഗ്യാസ് ആണോ, അല്ലെങ്കിൽ HP ഗ്യാസ് ആണോ? എങ്കിൽ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു കാണണം. ഗ്യാസ് കണക്ഷന്റെ KYC ചെയ്യണമെന്ന് ഇപ്പോൾ ഉപഭോക്താക്കൾക്ക് അറിയിപ്പുകൾ ലഭിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 16 എന്ന തീയതിയും ഇപ്പോഴത്തെ അറിയിപ്പുകളിൽ പറയുന്നുണ്ട്. പക്ഷേ KYC എങ്ങനെ ചെയ്യണം എന്ന് അറിയാത്തവരാണ് പലരും. ഏത് ആപ്പ് എടുക്കണം, ഭാരത് ഗ്യാസ് ആണെങ്കിൽ ഏത് ആപ്പ്, ഇന്ത്യൻ ആണെങ്കിൽ ഏത് ആപ്പ്, HP ഗ്യാസ് ആണെങ്കിൽ ഏത് ആപ്പ്, മുഖം ക്യാമറയിൽ എങ്ങനെ കാണിക്കണം, മൊബൈൽ ഉപയോഗിക്കാൻ അറിയാത്തവർ എന്ത് ചെയ്യും? ഇതെല്ലാം വളരെ ലളിതമായി ഈ വീഡിയോയിൽ പറയാം. നമസ്കാരം. ഗ്യാസ് കണക്ഷൻ ഉള്ള എല്ലാവരും ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് KYC. KYC എന്ന് കേൾക്കുമ്പോൾ പലർക്കും എന്താണെന്ന് പോലും അറിയില്ല. വളരെ ലളിതമായി പറഞ്ഞാൽ, നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ നിങ്ങളുടേതാണെന്ന് തിരിച്ചറിയാൻ ആധാർ ഉപയോഗിച്ച് നടത്തുന്ന പരിശോധനയാണ് KYC. ഇപ്പോൾ ഈ പരിശോധന മൊബൈൽ ഫോൺ ഉപയോഗിച്ചും ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ ഇവിടെ പലർക്കും സംശയമാണ്. എൻ്റെ ഗ്യാസ് ഭാരത് ഗ്യാസ് ആണ്, ഞാൻ ഏത് ആപ്പ് എടുക്കണം? എൻ്റേത് ഇന്ത്യൻ ആണ്, ഏത് ആപ്പ്? എൻ്റേത് HP ഗ്യാസ് ആണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇനി ഓരോന്നായി വളരെ ലളിതമായി പറയാം. ആദ്യം, ഭാരത് ഗ്യാസ് ഉള്ളവർ, നിങ്ങളുടെ വീട്ടിലെ ഗ്യാസ് ഭാരത് ഗ്യാസ് ആണെങ്കിൽ മൊബൈലിലെ പ്ലേ സ്റ്റോർ തുറക്കുക. അവിടെ ഹെലോ BPCL എന്ന് തിരയുക. ഭാരത് ഗ്യാസിന്റെ ഔദ്യോഗിക ആപ്പ് തന്നെയാണെന്ന് ഉറപ്പാക്കിയ ശേഷം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് തുറക്കുക. നിങ്ങളുടെ ഗ്യാസ് കണക്ഷനുമായി രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ച് പ്രവേശിക്കുക. മൊബൈലിലേക്ക് OTP വന്നാൽ അത് നൽകുക. ശേഷം നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ ആപ്പിൽ കാണാം KYC ചെയ്യാനുള്ള ഓപ്ഷൻ. കാണുന്നുണ്ടെങ്കിൽ അത് തുറക്കുക. അവിടെ കാണിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുക. KYC എന്ന ഓപ്ഷൻ കാണുന്നില്ലെങ്കിൽ സെർച്ച് ബാറിൽ KYC എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. നിങ്ങളുടെ ഗ്യാസ് ഇന്ത്യൻ ആണെങ്കിൽ പ്ലേ സ്റ്റോർ തുറക്കുക. അവിടെ ഇന്ത്യൻ ഓയിൽ 1 എന്ന് തിരയുക. ഇന്ത്യൻ ഓയിലിന്റെ ഔദ്യോഗിക ആപ്പ് തന്നെയാണെന്ന് ഉറപ്പാക്കിയ ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് തുറക്കുക. ഗ്യാസ് കണക്ഷനുമായി രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ച് പ്രവേശിക്കുക. OTP വന്നാൽ അത് നൽകുക. നിങ്ങളുടെ LPG കണക്ഷൻ ആപ്പ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം KYC ചെയ്യാനുള്ള സൗകര്യം കാണുന്നുണ്ടെങ്കിൽ അത് തുറക്കുക. ഇനി ആപ്പിൽ പറയുന്ന കാര്യങ്ങൾ ഓരോന്നായി ചെയ്യുക. നിങ്ങളുടെ ഗ്യാസ് HP ഗ്യാസ് ആണെങ്കിൽ പ്ലേ സ്റ്റോർ തുറക്കുക. HP പേ എന്ന് തിരയുക. HPCLന്റെ ഔദ്യോഗിക ആപ്പ് തന്നെയാണെന്ന് ഉറപ്പാക്കിയ ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് തുറക്കുക. നിങ്ങളുടെ ഗ്യാസ് കണക്ഷനുമായി രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ച് പ്രവേശിക്കുക. OTP വന്നാൽ അത് നൽകുക. ശേഷം LPG വിഭാഗത്തിലേക്ക് പോകുക. KYC അല്ലെങ്കിൽ ആധാർ ഓതന്റിക്കേഷൻ എന്ന ഓപ്ഷൻ കാണുന്നുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കുക. അതിനുശേഷം ആപ്പ് കാണിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖം കാണിക്കേണ്ടത് ഇവിടെയാണ് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. മൊബൈൽ വഴി KYC ചെയ്യുന്നത് ആധാർ അടിസ്ഥാനത്തിലുള്ള മുഖപരിശോധന നടത്തേണ്ടി വരാം. അതിനായി ഫോൺ ക്യാമറയുടെ മുന്നിൽ നിങ്ങളുടെ മുഖം കാണിക്കണം. അതായത് ഫോണിന്റെ ക്യാമറ തുറക്കുമ്പോൾ നിങ്ങളുടെ മുഖം ക്യാമറയ്ക്കുള്ളിൽ ശരിയായി വരണം. നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് നിൽക്കുക. മുഖം വ്യക്തമായി കാണണം. ഫോൺ അധികം ഇളക്കാതെ പിടിക്കുക. ആപ്പ് പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുഖപരിശോധന പൂർത്തിയാക്കുക. ആധാർ ഫേസ് ID എന്നത് എന്താണ്? ഇത് പലർക്കും സംശയമാണ്. സർക്കാരിന്റെ PMUY ഔദ്യോഗിക വെബ്സൈറ്റിൽ പറയുന്നതനുസരിച്ച് മൊബൈൽ വഴി സ്വയം മുഖം ഉപയോഗിച്ചുള്ള ആധാർ KYC ചെയ്യുമ്പോൾ
നിങ്ങളുടെ LPG കമ്പനിയുടെ മൊബൈൽ ആപ്പിനൊപ്പം ആധാർ ഫേസ് RD ആപ്പും ഉപയോഗിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇത് ഇങ്ങനെ ഓർത്താൽ മതി. ആദ്യം നിങ്ങളുടെ ഗ്യാസ് കമ്പനിയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഭാരത് ഗ്യാസ് ആണെങ്കിൽ ഹെലോ BPCL, ഇൻഡാൻ ആണെങ്കിൽ ഇന്ത്യൻ ഓയിൽ 1, HP ഗ്യാസ് ആണെങ്കിൽ HP പേ. അതിനുശേഷം ഈ KYC തുടങ്ങുമ്പോൾ ആധാർ ഫേസ് RD ആവശ്യപ്പെട്ടാൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക. ഫേസ് RD വേറെ ഗ്യാസ് വിവരങ്ങൾ കൊടുത്ത് കുഴങ്ങേണ്ട കാര്യമില്ല. അത് മുഖം ഉപയോഗിച്ചുള്ള ആധാർ പരിശോധനയ്ക്ക് സഹായിക്കുന്ന ആപ്പാണ്. ഈ KYC പൂർത്തിയായെന്ന് എങ്ങനെ അറിയാം? മുഖപരിശോധന കഴിഞ്ഞാൽ ഉടനെ ആപ്പ് അടയ്ക്കരുത്. നടപടി പൂർത്തിയാകുന്നത് വരെ കാത്തിരിക്കുക. ഈ KYC വിജയിച്ചു, ഓതന്റിക്കേഷൻ വിജയിച്ചു എന്ന രീതിയിലുള്ള സന്ദേശം വന്നോ എന്ന് നോക്കുക. വിജയിച്ചതായി കാണിച്ചാൽ, പ്രത്യേകിച്ച് സബ്സിഡി ലഭിക്കുന്നവർ ഈ KYC സംബന്ധിച്ച വിവരം ശ്രദ്ധിക്കണം. ഭാരത് ഗ്യാസ് ഹെലോ BPCL, ഇൻഡാൻ ഗ്യാസ് ഇന്ത്യൻ ഓയിൽ 1, HP ഗ്യാസ് HP പേ. ആദ്യം നിങ്ങളുടെ ഗ്യാസ് കമ്പനിയുടെ ഔദ്യോഗിക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. മൊബൈൽ നമ്പർ ഉപയോഗിച്ച് പ്രവേശിക്കുക. OTP നൽകുക. LPG കണക്ഷൻ തിരഞ്ഞെടുക്കുക. ഈ KYC തിരഞ്ഞെടുക്കുക. ആപ്പ് ആവശ്യപ്പെടുമ്പോൾ ആധാർ ഫേസ് RD ഉപയോഗിച്ച് മുഖം ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുക. മുഖപരിശോധന പൂർത്തിയാക്കുക. അവസാനം ഈ KYC വിജയിച്ചതായി കാണിക്കുന്ന സന്ദേശം വന്നോ എന്ന് ഉറപ്പാക്കുക. മൊബൈൽ വഴി ചെയ്യാൻ അറിയാത്തവർ ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ വീട്ടിൽ ഭാരത് ഗ്യാസ് ആണെങ്കിലും ഇൻഡാൻ ആണെങ്കിലും HP ഗ്യാസ് ആണെങ്കിലും ഈ KYC സംബന്ധിച്ച അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അവഗണിക്കരുത്. ഓഗസ്റ്റ് 16 എന്ന തീയതി സംബന്ധിച്ച അറിയിപ്പുകൾ ഇപ്പോൾ വരുന്നതിനാൽ ചെയ്യാനുള്ളവർ കഴിയുന്നതും വേഗം ഈ KYC പൂർത്തിയാക്കുക. ഈ വിവരം ഗ്യാസ് കണക്ഷൻ ഉള്ള നിങ്ങളുടെ വീട്ടുകാരിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. ഇത്തരം പ്രധാനപ്പെട്ട സർക്കാർ വിവരങ്ങൾ ലളിതമായി അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.